ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോവയ്ക്ക വെച്ചുള്ള നല്ലൊരു കറി ഉണ്ടാക്കാം. പാലൊക്കെ ഒഴിച്ചുള്ള, തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള നല്ലൊരു കറി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ടെറസിൻ്റെ മേളിൽ ചീര പാകിയിട്ടുണ്ടായിരുന്നേ. ചീര പാകിയതല്ല, ഈ ചാക്കിൽ മണ്ണ് നിറച്ച് വെച്ചേക്കും. ഗ്രോ ബാഗിലുള്ള മണ്ണെല്ലാം കൂടെ പുറത്തേക്ക് എടുത്തിട്ടിട്ട് അതിൽ കുമ്മായവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ കൂടെ കുഴച്ചിങ്ങനെ വാരി വെച്ചേക്കും. അപ്പോൾ നമ്മൾ ഈ ചെടിച്ചട്ടിയിലും ബക്കറ്റിലൊക്കെ ഓരോ സാധനങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉറുമ്പ് ഇത് പൂത്ത് കഴിയുമ്പോഴത്തേനും ഉറുമ്പ് വന്നിട്ട് ഈ ചീരയുടെ നല്ല നല്ല അരികളായിരിക്കും ബക്കറ്റിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനതെല്ലാം അടിച്ചിങ്ങനെ ഈ ഓരോ ഗ്രോ ബാഗിലേക്കും ഇടും. അങ്ങനെയാണ് ഈ ചീര പാകാതെ തന്നെ ഗ്രോ ബാഗിലൊക്കെ മുളച്ച് വരുന്നത്. അപ്പോൾ അതേപോലെ എടുത്തു വെച്ച മണ്ണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചപ്പോഴാണ് എല്ലാ ചീരകളും ഇങ്ങനെ മുളച്ച് വന്നത്. അപ്പോൾ തക്കാളി ഉണ്ടായിട്ടുണ്ട്. വെള്ളമില്ലായിരുന്നിട്ടാണ് തക്കാളിക്കൊക്കെ ഇങ്ങനെ വന്നെ, ഭയങ്കര ചൂടാലോ, അതുകൊണ്ട്. പിന്നെ കുറച്ച് വഴുതനങ്ങയുണ്ട്. അതെല്ലാം നമുക്ക് മൂത്തത് നോക്കിയൊക്കെ പറിച്ചെടുക്കാം, അല്ലെങ്കിൽ വെറുതെ കിടന്നിങ്ങനെ മൂത്ത് പോകും. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി ചീര ഉണ്ടായിട്ടുണ്ട് ഇത്തവണ. കുറച്ച് തക്കാളി, വഴുതനങ്ങ, പച്ചമുളക്, പിന്നെ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോവയ്ക്ക പറിച്ചെടുക്കണം. അപ്പോൾ കോവയ്ക്ക, തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 2 സവാള, ഒരു പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണേ. അപ്പോൾ ഈ സവാളയൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണേ. നീളത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുത് മതിയേ, അല്പം എടുത്താൽ മതി. ഇത്രക്ക് മതിയേ. ഇനി നമുക്ക് ഈ കോവയ്ക്ക ഒന്ന് മുറിച്ചെടുക്കാം. നീളത്തിൽ 4ആക്കി കീറിയാണ് ഇട്ടിരിക്കുന്നത്. ഒത്തിരി വലുതൊക്കെ ഒരു 5-6 കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതേപോലെ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, നീളത്തിൽ തന്നെ. ഇപ്പോൾ കോവയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. താഴെ നട്ടേക്കണ കൊണ്ട് മേളിലേക്ക് കയറ് കെട്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മേളിലുള്ളതും പിന്നെ കുറച്ച് താഴത്തുള്ളതൊക്കെ നമുക്ക് മുറിച്ച് എടുക്കാം. ഈ നടുക്കുള്ളത് നമുക്ക് എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണേ. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം. കോവയ്ക്ക പെട്ടെന്നുണ്ടാവും, വള്ളി കയറുമ്പോൾ തന്നെ ഇത് പൂത്ത് തുടങ്ങും. അപ്പോൾ 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതും നമുക്കൊന്ന് മുറിച്ചിടാം. നീളത്തിൽ തന്നെയാണ് മുറിച്ചിരിക്കണേ. നല്ല മൂത്ത മുളകായതുകൊണ്ട് നല്ല എരിവുണ്ടാവുമേ. ഒരല്പം കറിവേപ്പില. ഇനി ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 2 കഷ്ണം ഇട്ടാൽ മതി, പുളി അനുസരിച്ചിട്ട് ഇടണം. ഒത്തിരി മാങ്ങ ഇട്ട് കഴിയുമ്പോഴത്തേനും പുളി അങ്ങോട്ട് അധികമായി പോകും. ഇതേപോലെ 2 പൂള് മാങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. തക്കാളിക്ക് നാടൻ തക്കാളി ആയതുകൊണ്ട്
ഒരുവിധം പുളി ഉണ്ടാവുമേ. ഇപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടാവട്ടെ. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഒരല്പം കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണം. മൺചട്ടി ആയതുകൊണ്ട് കടുക് പൊട്ടാനായിട്ട് ഇത്തിരി താമസമുണ്ട്. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കണേ. ഇതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. സവാള നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. ആ പച്ച മണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ മൂത്ത് കിട്ടണം. അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകണ്ട. കരിഞ്ഞു പോകുകയെന്ന് വെച്ചാൽ മുരിഞ്ഞു പോകണ്ടെന്നാണ് പറഞ്ഞത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരല്പം മല്ലിപ്പൊടി, ഒരു 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ടീസ്പൂണല്ല, സ്പൂണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ഇട്ടത്. അപ്പോൾ പച്ച മണമൊന്ന് മാറിക്കിട്ടട്ടെ. തീ കുറച്ചിട്ടിട്ട് വേണേൽ ചെയ്യാനായിട്ട്. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കോവയ്ക്ക നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടണേ. ആ എണ്ണയിലൊക്കെ കിടന്ന് വാടണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ചിട്ടാൽ മതി, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കിയെടുക്കണം. എന്നിട്ടൊന്ന് പൊത്തി വെക്കണേ. എന്നിട്ടൊന്ന് മൂടി വെക്കാം. ആവി കിടന്ന് നല്ലതുപോലെ ഒന്ന് വേവട്ടെ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം.
ഇനി നമുക്ക് ഈ ഒരു തേങ്ങയുടെ പകുതി, ഒരു വലിയ തേങ്ങയായിരുന്നു, അതിൻ്റെ പകുതി പാല് പിഴിഞ്ഞ് വെച്ചിരുന്നതാണ്. അതിൻ്റെ രണ്ടാമത്തെ പാല് ഒഴിച്ചു കൊടുക്കണം. ആദ്യത്തെ പാലും മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് അത് നല്ലതുപോലെ ഒന്ന് വേവട്ടെ കോവയ്ക്ക. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നല്ലതുപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ഒരു 3-4 കഷ്ണം മാങ്ങ കണ്ടിച്ചത് ഇട്ട് കൊടുക്കാം. മൊത്തം ഇട്ടിട്ടില്ല, പുളി അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ പുളി ഇത്തിരി കുറവാണ്, ഞാനൊരു 3 കഷ്ണവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 2 പൂള് മാങ്ങ എടുത്തോളൂ. മൂവാണ്ടൻ മാങ്ങയായിരുന്നു, ചെറിയ മാങ്ങയായിരുന്നു. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ട്, ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുളി ഉണ്ടോയെന്ന് ഒന്നും കൂടെ നോക്കാം. ഇനി നമുക്ക് ആദ്യത്തെ പാല് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കറിക്ക് ഉപ്പും പുളിയും എരിവും ഒക്കെയുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ പാൽ ഒഴിച്ചിട്ട് അധികം തിളയൊന്നും വരണ്ട, പതുക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ മൺചട്ടിക്ക് നല്ല ചൂടാകുമ്പോഴത്തേനും ഇത് തിളച്ചുകൊണ്ടിരിക്കും കുറച്ച് നേരം. അപ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അധികം തിളക്കണ്ടെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ചട്ടി കിടന്ന് തന്നെ തിളക്കണം കണ്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കോവയ്ക്ക പാലൊഴിച്ച കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.